കോട്ടയം ബോർമ കവലയിൽ ഈ മാസം 5-ാം തീയതി ഉച്ചയ്ക്ക് നടന്ന അപകടമാണ് കുഞ്ഞ് ആലിന്റെ ജീവൻ കവർന്നെടുത്തത്. കോട്ടയം നാട്ടകം സ്വദേശിയായ വയോധികൻ ഓടിച്ച കാർ ആലിൻ സഞ്ചരിച്ച കാറിൽ ഇടിച്ചു കയറുകയായിരുന്നു. 3 ആശുപത്രികളിൽ 8 ദിവസത്തോളമാണ് ആലിന്റെ ജീവൻ രക്ഷിക്കാനായി പരിശ്രമിച്ചത്. 5 പേർക്ക് പുതുജീവൻ പകർന്നുകൊണ്ട് ആലിൻ യാത്രയാകുമ്പോൾ നോവിന്റെ അവശേഷിപ്പുകൾ ഇന്നും കോട്ടയം ബോർമ കവലയിലുണ്ട്. അഞ്ചു പേർക്ക് ജീവൻ പകർന്നു നൽകി ആലിൻ ഷെറിൻ നമ്മോട് വിട പറഞ്ഞു പോകുമ്പോൾ അതിന്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും കോട്ടയം ബോർമ കവലയ്ക്ക് സമീപത്തെ ഇവിടെയുണ്ട്. ഇവിടെ വെച്ചാണ് അന്ന് അപകടം നടക്കുന്നത്. അതിന്റെ ബാക്കി ശേഷിപ്പുകൾ എന്ന പോലെ പൊട്ടിയ ചില്ലുകളും വണ്ടിയുടെ അവശിഷ്ടങ്ങളുമൊക്കെ ഇവിടെ ചിന്നി ചിതറി കിടക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് അപകടമുണ്ടാകുന്നത്. അങ്ങ് ദൂരെ അവിടെ നിന്നും ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നാണ് ആ വാഹനം വന്നത്. 85 വയസ്സുകാരനായ നാട്ടകം സ്വദേശിയാണ് വാഹനം ഓടിച്ചിരുന്നത്. വേഗതയിലായിരുന്നു. അദ്ദേഹം ഉറക്കത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിന് നേരെ എതിർ ദിശയിൽ നിന്നുമാണ് ആലിൻ സഞ്ചരിച്ച കാറും വന്നിരുന്നത്. ഈ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തു നിന്നും ഒരു പരിപാടി കഴിഞ്ഞ് നേരെ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് സ്വകാര്യ ആശുപത്രിയിൽ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നത് ആലിന്റെ അമ്മയുടെ പിതാവും മാതാവും ആലിന്റെ മാതാവുമായിരുന്നു. ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്നും വരികയായിരുന്ന 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോധികനെ ഓടിച്ച കാർ ആലിൻ സഞ്ചരിച്ചിരുന്ന കാറിൽ കൂട്ടിയിടിച്ചു. ആദ്യം മുൻവശത്ത് ഇടിച്ചു. അതിനുശേഷം ആ കാർ വട്ടത്തിൽ കറങ്ങി. പിന്നീട് വീണ്ടും ഈ വശത്തോട് ചേർന്നിടിച്ചു. ഈ ഇടിച്ചത് ഡോറിനോട് ചേർന്നുള്ള ഭാഗത്തായിരുന്നു. പുറകുവശത്തെ സീറ്റിലായിരുന്നു ആലിന്റെ അമ്മമ്മയുടെ, അതായത് അമ്മയുടെ മടിയിലായിരുന്നു ആലിൻ ഇരുന്നിരുന്നത്. അപകടം ഉണ്ടാകുമെന്ന് മനസ്സിലായി തൊട്ടു പുറകെ ഒരു മെഡിക്കൽ ട്രക്ക് ഓടിച്ചു വന്നിരുന്ന, പിക്കപ്പ് ഓടിച്ചു വന്നിരുന്ന വ്യക്തി, അദ്ദേഹമാണ് ഈ കുഞ്ഞിനെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എത്രയും വേഗം ഇത്തരത്തിൽ ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ, അവിടെ നിന്നും നേരെ ആലിൻ ചികിത്സിച്ച് ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സിച്ചു. അതിനുശേഷമാണ് എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ കുഞ്ഞിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തന്റെ കുഞ്ഞ് മറ്റുള്ളവരുടെ ജീവിക്കട്ടെ എന്ന ആ വിഷമതയിലും ആ വേദനയിലും ആ കുടുംബം ഒന്നിച്ച് തീരുമാനമെടുത്തു. ആ തീരുമാനത്തിനൊപ്പം നാടെല്ലാം ഒന്നു ചേർന്നപ്പോൾ 5 പേർക്ക് 5 ജീവനുകളിലൂടെ വീണ്ടും തുടിച്ചുകൊണ്ട് ആലിൻ നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.